ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കന്നഡയിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കൈവ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ദേവരാജ് എന്നൊരാളെയാണ് കാണിക്കുന്നത്. ആ ഏരിയയിലെ ഡോൺ പോലെയാണ് അയാൾ വിലസുന്നത്. ഇപ്പോൾ ആളുകളുടെ സംരക്ഷണയോടെ അയാൾ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മുന്നിൽ അയാൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാണ് പോകുന്നത്. മുന്നിൽ പോകുന്ന ബൈക്ക് കടന്നുപോയ ഉടൻ പെട്ടെന്ന് ഒരാൾ റോഡിന് നടുവിലേക്ക് കയറി വരുന്നു. ദേവരാജ് കാറ് നിർത്തുന്നു. ആരാണിവൻ എന്ന മട്ടിൽ എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മുടെ നായകനാണ് നടുക്ക് വന്ന് നിൽക്കുന്നത്. നായകന്റെ പേരാണ് കൈവ. ഇനി തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു. ഒരിടത്ത് ഒരു കബഡി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർ ടീമിന്റെ തലവന്റെ പേര് ഗുരു എന്നാണ്. നായകന്റെ ടീമിലെ സുഹൃത്തുക്കൾക്കെല്ലാം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നായകൻ അവരുടെ മുറിവുകളിൽ മരുന്ന് പരട്ടി കൊടുക്കുകയാണ്. എതിരാളികളുടെ നേതാവായ ഗുരു നിയമങ്ങളൊന്നും പാലിക്കാതെ മനഃപൂർവ്വം എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. നായകന്റെ സുഹൃത്ത് പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല മച്ചാനെ, നീ കളത്തിലിറങ്ങ്. അവൻ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നമ്മളെന്തിനു പാലിക്കണം എന്ന് നായകനും ചിന്തിക്കുന്നു. ഇപ്പോൾ നായകൻ കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നു. ഈ സമയത്ത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായകന് പരിചയമുള്ള ഒരു അണ്ണൻ ഒരു പ്രമാണിയോട് പണം കടം വാങ്ങിയിരുന്നു. പറഞ്ഞ തീയതിക്കുള്ളിൽ അത് തിരികെ നൽകാൻ കഴിഞ്ഞില്ല. അതിനാൽ ആ പ്രമാണി അയാളെ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നായകൻ വേണമെങ്കിൽ എന്നെ അടിച്ചോളൂ എന്ന് പറയുന്നു. ഉടനെ ആ പ്രമാണി അവിടെ കിടന്ന ഒരു വടി ഉപയോഗിച്ച് നായകനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ പ്രമാണിയും ഇപ്പോൾ ഈ കളി കാണാനായി അവിടെയുണ്ട്. ഇവനെന്തിനാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്ന മട്ടിൽ അയാൾ ശ്രദ്ധിക്കുന്നു. കളത്തിലിറങ്ങിയ നായകൻ റൈഡിന് പോകുന്നത് പോലെ എതിർ ടീമിലെ എല്ലാവരെയും അടിച്ച് നിലംപരിശാക്കുന്നു. ഗുരു എങ്ങനെയെങ്കിലും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകൻ ഗുരുവിനെയും അടിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ കൂടുതൽ പോയിന്റുകൾ നേടി നായകന്റെ ടീം വിജയിക്കുന്നു. ഇത്രയും നന്നായി അടിക്കാൻ അറിയാമായിരുന്നിട്ടുമാണോ ഇവൻ അന്ന് തന്നോട് അടി വാങ്ങിയത് എന്ന് ആ പ്രമാണി അത്ഭുതത്തോടെ ഓർക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ 3 പേരെ കാണിക്കുന്നു. അതിൽ ആദ്യത്തെ ആൾ ഒരു അരി വ്യാപാരിയാണ്. അരിയുടെ മറവിൽ കഞ്ചാവ് കടത്തിയാണ് അയാൾ പണം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ആൾ ലൈംഗിക വൃത്തി കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതുവഴിയാണ് അയാൾക്ക് പണം ലഭിക്കുന്നത്. മൂന്നാമത്തെ ആൾ രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് പണം സമ്പാദിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർ 3 പേരും ജീവിക്കുന്നത്. പോലീസുകാർക്ക് പണം നൽകി അവർ ഒതുക്കി തീർക്കും. അതിനു പുറമെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ കൊന്നുകളയും. ഇവർക്ക് 3 പേർക്കും ഉപദേശം നൽകാനായ ഒരാളുണ്ട്. അയാൾ പറയുന്നതനുസരിച്ചാണ് ഇവർ ഓരോ കാര്യവും ചെയ്യുന്നത്. കൂടാതെ പോലീസിലെ ഒരാൾ ഇവർക്ക് സഹായം നൽകാറുണ്ട്. അയാൾക്ക് ഇവർ കമ്മീഷനും കൊടുക്കും. ഒരു ദിവസം കമ്മീഷൻ കുറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര കുറച്ച് തരുന്നത്? ഇത്രേ തരാൻ പറ്റൂ, നീ പോ എന്ന് പറഞ്ഞ് അവർ അയാളെ ഓടിച്ചുവിടുന്നു. അതുപോലെ റോസി എന്നൊരു പെൺകുട്ടി ഇവരുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവളെ നിർബന്ധിച്ചാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അവൾ മദ്യം നൽകാനായി വരുമ്പോൾ അവർ അവളെ മോശമായി സ്പർശിക്കുന്നു. ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആരെങ്കിലും രക്ഷിക്കാൻ വരില്ലേ എന്നവൾ വേദനയോടെ ചിന്തിക്കുന്നു. ഈ 3 പേരുടെയും പേരുകൾ ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഇവർ 3 പേരും ഒരു ബാറിലാണ്. അവിടെ പാട്ട് പാടാൻ വരുന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അയാൾ അവളെ അടുത്തേക്ക് വിളിച്ച് കയ്യിലുള്ള പണം നൽകുന്നു. അതേസമയം ഈ 3 പേരിൽ ഒരാൾ അവളെ അടുത്തേക്ക് വിളിക്കുന്നു. വിളിച്ച ആളുടെ പേര് തമ്പു എന്നാണ്. കയ്യിലുള്ള ചിക്കൻ കഷ്ണം കഴിക്കാൻ പറഞ്ഞ് അയാൾ വാരി കൊടുക്കാൻ ശ്രമിക്കുന്നു. അവൾക്കത് വേണ്ടെന്ന് പറയുന്നുണ്ട്. അയാൾ ദേഷ്യത്തോടെ മയക്ക് പിടിച്ചു വാങ്ങി എറിയുന്നു. എന്നിട്ട് അത് കഴിച്ചേ പറ്റൂ എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അയാൾ എച്ചിലാക്കിയ ആ ചിക്കൻ കഷ്ണം അവൻ അവളുടെ വായിലേക്ക് തിരികെ കയറ്റുന്നു. മറ്റു വഴികളില്ലാതെ അവൾ അത് കഴിക്കുന്നു. ഇതെല്ലാം ആ പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ കഠാര കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നു. ഈ സമയത്താണ് രാംലാൽ എന്നൊരാൾ ബാറിലേക്ക് വരുന്നത്. ഈ വിവരം അവരുടെ ഉപദേശകൻ അറിയുന്നുണ്ട്. രാംലാൽ വരുന്നുണ്ടെന്നും ഉടൻ സ്ഥലം വിടണമെന്നും അയാൾ പറയുന്നു. ഏത് രാംലാൽ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും എന്നവർ 3 പേരും പറയുന്നു. രാംലാൽ അകത്തേക്ക് വരുന്നുണ്ട്. രാംലാലിനെ കണ്ടതും ബാറിലുള്ള മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ ഇവന്മാർ 3 പേരും ധിക്കാരത്തോടെ ഇരിക്കുകയാണ്. ദേഷ്യം വന്ന രാംലാൽ അവരെ 3 പേരെയും അവിടെയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. എന്താടാ, ഈ നാട്ടിൽ നിങ്ങൾ ഒരുപാട് അഴിഞ്ഞാടുന്നുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 80% എന്റെ കാൽക്കൽ വെക്കണം. 20% നിങ്ങൾ എടുത്തോ എന്ന് രാംലാൽ ഭീഷണിപ്പെടുത്തുന്നു. അവർക്കെതിർത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോകുന്നതിന് മുമ്പ് രാംലാൽ ഭക്ഷണം കഴിച്ച എച്ചിൽ കൈ തമ്പുവിന്റെ മുഖത്ത് തുടച്ചിട്ട് പോകുന്നു. ഇതെല്ലാം ആ പെൺകുട്ടി കണ്ട് ചിരിക്കുന്നു. തങ്ങൾ അപമാനിക്കപ്പെട്ടതിൽ അവർക്ക് സന്തോഷമായി. ഇവന്മാർ 3 പേരും രാംലാലിനോട് പകരം വീട്ടാൻ തീരുമാനിക്കുന്നു. നായകന് കുടുംബം എന്ന് പറയാൻ ആരുമില്ല. അവൻ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ നായകനും സുഹൃത്തുക്കളും അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുകയാണ്. അവിടെ ഒരു പ്രത്യേക പൂജ നടക്കുകയാണ്. ആ പൂജ കാണാൻ മുസ്ലിങ്ങളും വരുമെന്ന ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. സൽമ എന്നൊരു മുസ്ലിം പെൺകുട്ടി ദൂരെ നിന്ന് പൂജ കാണാൻ ശ്രമിക്കുന്നു. നായകൻ മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അവൾ കയ്യിലുണ്ടായിരുന്ന പൂവ് അവന്റെ നേരെ എറിയുന്നു. നായകൻ അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവൾ ഒരു തേങ്ങ എടുത്ത് എറിയുന്നു. ആരാ തേങ്ങ എറിഞ്ഞത് എന്ന് ചോദിച്ച് നായകൻ തിരിഞ്ഞു നോക്കുന്നു. അവൾ പേടിച്ച് ഒളിക്കുകയാണ്. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നായകൻ അവളെ കാണുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ നായകൻ അവളെ ഇഷ്ടപ്പെടുന്നു. അപമാനിക്കപ്പെട്ട ആ 3 പേർ രാംലാലിനെ എന്തു ചെയ്യണമെന്ന് പോലീസുകാരനോട് ചോദിക്കുന്നു. എന്റെ കയ്യിലൊരു വഴിയുണ്ട്, ഗോവിന്ദ വഴി ഈ കാര്യം നടത്തണം എന്നയാൾ പറയുന്നു. ആരാണ് ഗോവിന്ദ എന്നവർ ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നയാൾ മറുപടി നൽകുന്നു.
സൽമ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങി വീട്ടിലേക്ക് പോവാണ്. നായകൻ അവളെ പിന്തുടരുന്നുണ്ട്. അവൾ വീട്ടിലേക്ക് കയറി പോകുന്നു. അവളുടെ അച്ഛൻ ഒരു റേഡിയോ റിപ്പയർ കടയാണ് നടത്തുന്നത്. ഇത് കണ്ട നായകൻ മനഃപൂർവ്വം തന്റെ റേഡിയോ താഴെയിട്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് അത് നന്നാക്കാനായി അവളുടെ അച്ഛന്റെ കടയിലേക്ക് വരുന്നു. കൊടുത്തിട്ട് പോവൂ, നന്നാക്കി വെക്കാം എന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇല്ലില്ല, നന്നാക്കിയിട്ട് വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ എന്ന് നായകൻ പറയുന്നു. അവർ സംസാരിക്കുന്നത് സൽമ കേൾക്കുന്നുണ്ട്. താൻ അമ്പലത്തിൽ വെച്ച് എറിഞ്ഞതുകൊണ്ടാണ് അവൻ വീട് വരെ വന്നതെന്ന് അവൾ ചിന്തിക്കുന്നു. അവൾ അവർക്ക് എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ചായ കുടിച്ചതിന് ശേഷം റേഡിയോ നന്നാക്കി തിരികെ നൽകുന്നു. പിറ്റേ ദിവസം നായകൻ ആ പെൺകുട്ടിയെക്കുറിച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൽമ ഒരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ഞാൻ മനഃപൂർവ്വം എറിഞ്ഞതല്ല, അബദ്ധത്തിൽ കൊണ്ടതാണ് എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നീട് അവൻ അവളുടെ അച്ഛന്റെ കടയിൽ വീണ്ടും ചെല്ലുന്നു. വീണ്ടും എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, പ്രശ്നം ഉണ്ടായാലേ വരാൻ പാടുള്ളൂ, വെറുതെ സംസാരിക്കാൻ വന്നതാണ് എന്ന് നായകൻ പറയുന്നു. അടുത്ത കടയിൽ നിന്ന് ചായ പറയാൻ തുടങ്ങുമ്പോൾ, എന്തിനാ അടുത്ത കടയിൽ നിന്ന്, എന്റെ മോളോട് കൊണ്ടുവരാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം മകളെ വിളിക്കുന്നു. അവൾ ചായ കൊണ്ടുവരുമ്പോൾ നായകൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ പേടിച്ച് വേഗം ചായ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇനി കഥ ഒരുപാട് ഗുസ്തിക്കാരുള്ളവരിടത്തേക്ക് മാറുന്നു. അവരുടെ എല്ലാം തലവനാണ് ഗോവിന്ദ. അയാൾ അവർക്ക് പരിശീലനം നൽകുകയാണ്. അയാളെ കാണാനാണ് ആ പോലീസുകാരൻ വന്നിരിക്കുന്നത്. അവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഗോവിന്ദ ബൈക്കും എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ 3 അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാരൻ അവരോട് ഗോവിന്ദയെ കുറിച്ച് പറയുന്നു. ഗോവിന്ദയും ദേവരാജും തമ്മിൽ പ്രശ്നത്തിലാണ്. ഒരു കേസിന്റെ ആവശ്യത്തിനായി ഗോവിന്ദ കോടതിയിൽ വന്നപ്പോൾ ദേവരാജ് കഠാര കൊണ്ട് അയാളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ഗോവിന്ദ രക്ഷപ്പെട്ട് ജഡ്ജിയുടെ മുറിയിലേക്ക് കയറി. ദേവരാജിനെതിരെ കേസ് കൊടുത്തു. അതോടെ ദേവരാജ് ജയിലിലായി. രാംലാലിന്റെ കഥ കഴിക്കണമെങ്കിൽ ദേവരാജ് വിചാരിക്കണം. ദേവരാജിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഗോവിന്ദയുടെ കഥ കഴിക്കണം. ഗോവിന്ദയെ കൊല്ലുന്നത് എളുപ്പമാണ്, നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി എന്ന് പോലീസുകാരൻ അവരോട് പറയുന്നു. അഭ്യാസങ്ങൾ കാണിച്ച് പണം സമ്പാദിക്കുന്ന ഒരു അപ്പൂപ്പനെയും പേരക്കുട്ടിയെയും കാണിക്കുന്നു. അപ്പൂപ്പൻ കത്തി കൊണ്ട് അഭ്യാസം കാണിക്കുമ്പോൾ കത്തി കൈവിട്ട് പേരക്കുട്ടിയുടെ നേരെ പോകുന്നു. പെട്ടെന്ന് നായകൻ അവിടെ എത്തി ആ കത്തി പിടിക്കുന്നു. രക്ഷിച്ചതിന് ആ പ്രായമായ മനുഷ്യൻ നന്ദി പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന സൽമയുടെ അച്ഛൻ ഇങ്ങനെയുള്ള അപകടങ്ങൾ പിടിച്ച പണിയൊന്നും ചെയ്യരുത് എന്ന് അയാളോട് പറയുന്നു. നായകന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് സൽമ തന്റെ ഷോള് കീറി കെട്ടിക്കൊടുക്കുന്നു. സൽമയുടെ അച്ഛൻ അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. നായകൻ അവരുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് അവൻ അവളെ നോക്കി പറയുന്നു. അവൾ നേരിട്ട് ചോദിക്കാതെ അനിയത്തി വഴി ഷോൾ തിരികെ ചോദിക്കുന്നു. ഞാൻ അലക്കി തരാം എന്ന് നായകൻ പറയുന്നുണ്ട്. വേണ്ട, ഞങ്ങൾ അലക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങുന്നു. സൽമയും അനിയത്തിയും പുറത്തു പോകുമ്പോൾ ഗാന്ധിയുടെ വേഷം കെട്ടിയ ഒരു കുട്ടിക്ക് അവർ പണം നൽകുന്നു. അവിടെ ഗുരുവും കൂട്ടുകാരും ഗോട്ടി കളിക്കുകയാണ്. ചേച്ചിയെ അടിക്കണോ അനിയത്തിയെ അടിക്കണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ചേച്ചിയെ അടിച്ചാൽ 15 പോയിന്റും അനിയത്തിയെ അടിച്ചാൽ 10 പോയിന്റും. അവൻ നായികയെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ നായകൻ വന്ന് ആ കമ്പ് പിടിക്കുന്നു. നീ എന്താടാ എപ്പോഴും ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എന്ന് ചോദിച്ച് ഗുരു വഴക്കിന് വരുന്നുണ്ട്. നായകൻ അടിക്കാൻ തുടങ്ങുമ്പോൾ ആ ചെറിയ കുട്ടി സമാധാനത്തെക്കുറിച്ച് ഒരു പാട്ടും പാടുന്നു. അതോടെ നായകൻ വഴക്കിടാതെ അവിടെ നിന്ന് പോവാണ്. സൽമ കത്ത് തന്നതുപോലെ നായകനും അവൾക്കൊരു കത്ത് നൽകുന്നു. അവൾ അത് വാങ്ങാതെ മടിച്ചു നിൽക്കുകയാണ്. അവൻ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോഴാണ് അവന്റെ മുകളിലേക്ക് ഒരു സാധനം വീഴുന്നത്. അവർ പേടിച്ചു പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഗുരു കൂടുതൽ ആളുകളുമായി അവനെ അടിക്കാൻ വന്നിരിക്കുകയാണ്. മറ്റു വഴികളില്ലാതെ നായകൻ അവിടെ എല്ലാവരുമായി അടികൂടുന്നു. ഗുരുവിനെയും അവന്റെ ആളുകളെയും അവൻ അടിച്ചു വീഴ്ത്തുന്നു. ഇവർ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ ആ വഴി ബൈക്കിൽ പോകുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഗോവിന്ദയോട് ബഹുമാനമുള്ളതുകൊണ്ട് അവർ അടി നിർത്തി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. സൽമ വീട്ടിലെത്തി ആ കത്ത് തുറന്നു നോക്കുന്നു. നായകന് സൽമയെ എത്രമാത്രം ഇഷ്ടമാണെന്ന് അവനൊരു പയ്യനോട് പറഞ്ഞിരുന്നു. അത് ഒറ്റ വാക്കിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ആ പയ്യൻ ഐ ലവ് യു സൽമ എന്ന് എഴുതി കൊടുത്തു. അത് കണ്ട് അവൾ സന്തോഷിക്കുന്നു. നായകനും സുഹൃത്തും ഗോവിന്ദയെ കാണാൻ വന്നിരിക്കുകയാണ്. ഗോവിന്ദ പഞ്ചായത്ത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കൂടാതെ സ്വന്തമായ ഒരു തിയേറ്ററും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചെറിയ ജോലികൾ അവൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഗോവിന്ദ തന്റെ ആളുകളുമായി സന്തോഷത്തോടെ സംസാരിക്കുന്നതും കളിക്കുന്നതുമെല്ലാം ആ 3 അംഗ സംഘം ഒളിഞ്ഞിരുന്ന് കാണുന്നു. അവനെ കൊല്ലാൻ പറ്റിയ സമയം ഏതാണെന്ന് അവർ പദ്ധതിയിടുന്നു. സൽമ നായകനെ കാണാൻ മടിച്ചു വരുന്നുണ്ട്. അവൻ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു കത്തുണ്ട്. പെട്ടെന്ന് അവൾ ആ കത്ത് താഴെയിട്ട് പോകുന്നു. അവൻ വേഗം ആ കത്തെടുത്ത് തുറന്നു നോക്കുകയാണ്. ഐ ലവ് യു എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൻ സന്തോഷിക്കുന്നു. ഇത് പറയാനല്ലേ വന്നത്, പിന്നെന്താ പറയാതെ പോയത് എന്നവൻ ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, പറയ് എന്നവൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോഴും അവൾ നിശബ്ദമായി നിൽക്കുന്നു. ഒടുവിൽ തനിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് അവൾ ആംഗ്യ ഭാഷയിൽ പറയുന്നു. നായകന്റെ അമ്മയ്ക്കും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അമ്മയോട് സംസാരിച്ച് അവൻ ആംഗ്യ ഭാഷ നന്നായി അറിയാമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നവൻ പറയുന്നു. അവർ സന്തോഷത്തോടെ പരസ്പരം ആലിംഗനം ചെയ്യുന്നു. അവർ പ്രണയിക്കാൻ തുടങ്ങിയതോടെ ഇടയ്ക്കിടെ പുറത്തു വെച്ച് കാണാറുണ്ടായിരുന്നു. അവരുടെ പ്രണയ നിമിഷങ്ങൾ ഒരു പാട്ടിലൂടെ കാണിക്കുന്നു. ഇത് അവളുടെ അച്ഛന്റെ ഒരു സുഹൃത്ത് കാണുകയും അച്ഛനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അച്ഛൻ വലിയ പ്രതികരണമൊന്നും കാണിക്കുന്നില്ല. ഒരു രാത്രി അവർ കണ്ടുമുട്ടുമ്പോൾ നായകൻ ഒരു മാഗസിൻ കാണിക്കുന്നു. അതിൽ പരമ്പരാഗത വേഷം ധരിച്ചവരുടെ ചിത്രമുണ്ട്.
നീയും സാരി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവനൊരു സാരി സമ്മാനിക്കുന്നു. അവൾ അത് വാങ്ങി പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും സാരി എടുത്ത് വരാം, അപ്പോൾ നിങ്ങളും ജുബ്ബയിട്ട് വരണം എന്നവൾ പറഞ്ഞിരുന്നു. നായകൻ ഇതേക്കുറിച്ച് സുഹൃത്തിനോട് പറയുമ്പോൾ ഗുരു വീണ്ടും ആളുകളുമായി വഴക്കിടാൻ വരുന്നു. നിന്നോട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നായകൻ നടന്നു പോവാണ്. എന്നാൽ ഗുരു ദേഷ്യത്തിൽ എരിയുന്നൊരു വിറക് കൊണ്ട് നായകന്റെ പുറത്തടിക്കുന്നു. അപ്പോഴും നായകൻ പ്രതികരിച്ചില്ല. നീ പ്രണയിച്ചു നോക്ക്, നിനക്ക് താനെ സമാധാനം കിട്ടും, ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കിടരുത് എന്ന് ഉപദേശിച്ചിട്ട് അവൻ പോകുന്നു. ഇവൻ എന്താ പെട്ടെന്ന് ബുദ്ധനെ പോലെ സംസാരിക്കുന്നത് എന്ന് ഗുരു ആശ്ചര്യപ്പെടുന്നു. ആ 3 അംഗ സംഘം ഗോവിന്ദയെ പിന്തുടർന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഒരു പ്രത്യേക സമയത്ത് അയാൾ വീട്ടിൽ ഒറ്റയ്ക്ക് വിശ്രമിക്കാറുണ്ട്. അതാണ് അവനെ കൊല്ലാൻ പറ്റിയ സമയമെന്ന് അവർ തീരുമാനിക്കുന്നു. ഗോവിന്ദയുടെ തിയേറ്ററിൽ ആദ്യ ഷോ നടക്കുകയാണ്. ആരാധകർ ആഘോഷത്തിലാണ്. അതിൽ പങ്കെടുക്കാനായി ഗോവിന്ദയും വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് എന്തോ ഒന്ന് താഴേക്ക് വീഴാൻ വരുന്നു. നായകൻ പെട്ടെന്ന് ഗോവിന്ദയെ പിടിച്ചു തള്ളുന്നു. വീഴാൻ വന്ന വസ്തുവിനെ പിടിക്കുകയും ചെയ്യുന്നു. തന്നെ രക്ഷിക്കാനാണ് അവൻ തള്ളിയതെന്ന് ഗോവിന്ദയ്ക്ക് മനസ്സിലാവുന്നു. നീ എന്റെ ജീവനാണ് രക്ഷിച്ചത്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഗോവിന്ദ പറയുന്നു. നായകൻ ഒരു കത്ത് കൊടുക്കാനായി ഒരു ചെറിയ പയ്യനെ ഏൽപ്പിക്കുന്നു. ജുബ്ബയിട്ട് തയ്യാറായി നിൽക്കൂ, നിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കാണാം എന്നായിരുന്നു ആ കത്തിൽ. നായകൻ വാങ്ങിക്കൊടുത്ത സാരി എടുത്ത് അണിഞ്ഞൊരുങ്ങുന്നു. നായകൻ ജുബ്ബ റെഡിയാക്കാനായി സുഹൃത്തിന്റെ കടയിലേക്ക് പോകുന്നു. അതേസമയം ഗോവിന്ദ വിശ്രമിക്കാനായി തന്റെ ഒരിടത്തേക്ക് വരുന്നു. ഇതെല്ലാം അവരുടെ ഉപദേശകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആ 3 പേരെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. നായകന്റെ ജുബ്ബയുടെ ഒരു ബട്ടൺ ശരിയല്ലായിരുന്നു. സുഹൃത്ത് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നായിക ആ വീട്ടിലെത്തി നായകനായി കാത്തിരിക്കുകയാണ്. ഗോവിന്ദയുടെ തിയേറ്ററിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രകമ്പനം ഉണ്ടാവുന്നു. തിയേറ്ററിന്റെ മുൻഭാഗം ഇടിഞ്ഞ് ആളുകളുടെ മുകളിലേക്ക് വീഴുന്നു. നായകൻ എപ്പോൾ വരുമെന്ന് നായിക സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. നായകൻ അവളെ കാണാൻ സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ 3 പേർ ഗോവിന്ദയെ കൊല്ലാനായി അവിടേക്ക് വരുന്നത്. അവർ വരുന്നത് നായിക കാത്തിരിക്കുന്ന വീട്ടിലേക്കാണ്. കാരണം ഗോവിന്ദ വിശ്രമിക്കാൻ വരാറുള്ളത് ആ സുഹൃത്തിന്റെ വീട്ടിലേക്കായിരുന്നു. ഗോവിന്ദ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു. ഇവൾ ഗോവിന്ദയെ കാത്തിരിക്കുന്ന പെണ്ണാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ അവളെ അടിക്കുന്നു. ഗോവിന്ദ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഇവൾ മനഃപൂർവ്വം പറയാത്തതാണ്, ഇവളെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒരാൾ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവർ 3 പേരും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഈ കാര്യം അവൾ ആരോടെങ്കിലും പറയുമോ എന്നവർ ഭയപ്പെടുന്നു. ഒരാൾ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ പോകുന്നു. ആസിഡ് വീണ് അവൾ അലറി വിളിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അവർ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നായകൻ സന്തോഷത്തോടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അവളുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവാണ്. ആസിഡ് അവളുടെ കവളത്തായിരുന്നു വീണത്. അവൻ അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നു. തിയേറ്റർ ഇടിഞ്ഞു വീണത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ കാണിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നായകന് വല്ലാത്ത ദേഷ്യം വരുന്നു. ആരാണെന്ന് കണ്ടുപിടിച്ച് പ്രതികാരം ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. പ്രതികാരമെല്ലാം പിന്നീട്, ഇപ്പോൾ അവൾക്ക് ധൈര്യം നൽകി കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്നവർ പറയുന്നു. നായകൻ അടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ 3 പേരും നടന്ന കാര്യങ്ങൾ ഉപദേശകനോട് പറയുന്നു. അപ്പോൾ ആ പോലീസുകാരൻ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്തിനാണ് ആ പെണ്ണിനെ വെറുതെ ബലാത്സംഗം ചെയ്തത് എന്ന് അയാൾ ചോദിക്കുന്നു. ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും അവൻ എവിടെയാണെന്ന് അവൾ പറഞ്ഞില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നവർ പറയുന്നു. ഇത് കേട്ട പോലീസുകാരൻ ദേഷ്യപ്പെടുന്നു. ഇനി നിങ്ങൾക്കും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അയാൾ പോവാണ്. വിവരമറിഞ്ഞ് ഇൻസ്പെക്ടർ ആശുപത്രിയിലെത്തുന്നു. കുറ്റവാളികളെ കുറിച്ച് എന്തെങ്കിലും അടയാളം തരാൻ അദ്ദേഹം അവളോട് ആവശ്യപ്പെടുന്നു. അവൾ പേന കൊണ്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ തീരെ ക്ഷീണതയായിരുന്നു. അതുകൊണ്ട് ഇൻസ്പെക്ടർ തിരിച്ചു പോവാണ്. നായകൻ അവൾക്ക് തുണയായി കൂടെ നിൽക്കുന്നു. അവൻ അവളെ സ്നേഹത്തോടെ പരിചരിക്കുന്നത് ഒരു പാട്ടിലൂടെ കാണിക്കുന്നു. അവൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് വിവാഹം കഴിക്കാം എന്ന് നായകൻ പറയുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ വിവാഹിതരാകുന്നു. നായകൻ അവളോട് അന്ന് എന്ത് നടന്നുവെന്ന് ചോദിക്കുന്നില്ല. അവൾ സാധാരണ നിലയിലായപ്പോൾ ഒരു കത്തിലൂടെ അന്ന് നടന്ന കാര്യങ്ങൾ അവനെ അറിയിക്കുന്നു. ഗോവിന്ദ എന്ന ഒരാളെ കൊല്ലാനാണ് ആ 3 പേർ വന്നത് എന്നവൾ എഴുതിയിരുന്നു. അവൻ ഈ വിവരം ഗോവിന്ദയോട് പറയുന്നു. എന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാൻ ആരാണ് ശ്രമിക്കുക? ഒരുപക്ഷെ അത് ദേവരാജ് ആയിരിക്കും എന്ന് ഗോവിന്ദ പറയുന്നു. ഇത് കേട്ട് നായകൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ കണ്ട സീൻ ഇതാണ്. ദേവരാജിന്റെ കാർ തടുത്തു നിർത്തി നായകൻ കാര്യം പറയുന്നു. ഞാനൊരു സിംഹമാണ്, ഒരാളെ കൊല്ലണമെങ്കിൽ ഞാൻ തനിച്ചു പോകും, ഇതുപോലുള്ള കുറുക്കന്മാരെ അയക്കില്ല, ഇത് എന്റെ ആളുകൾ ചെയ്തതല്ല എന്ന് ദേവരാജ് പറയുന്നു. നായകന്റെ ധൈര്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. ഞാനും എന്റെ രീതിയിൽ അന്വേഷിക്കാം, നീ പൊക്കോ എന്ന് അദ്ദേഹം പറയുന്നു. നായകന് പരിചയമുള്ള ഒരു അണ്ണൻ ഈ കഥ ഒരു TV ചാനലിനോട് പറയുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നായിക ക്രൂരമായി ആക്രമിച്ചവരുടെ ഫോട്ടോകൾ കാണുമ്പോൾ ആ 3 പേരെയും തിരിച്ചറിയുന്നു. അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന റോസിയെ കണ്ട് അവർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അവർ 3 പേരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അത് സത്യമാണ് എന്ന് റോസി പറയുന്നു. ആ 3 പേരിൽ മില്ലുടമയുടെ പേര് ബക്കളി എന്നായിരുന്നു. അവനെ കാണാനാണ് നായകൻ പോകുന്നത്. അവിടെയുള്ള ആളുകൾ അവനെ പരിശോധിച്ചതിന് ശേഷം അകത്തേക്ക് വിടുന്നു. ബക്കളിയുടെ ഭാര്യ അവന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നായകൻ അകത്തേക്ക് വരുന്നു. നിങ്ങളല്ലേ ഗോവിന്ദയെ ആക്രമിക്കാൻ വന്നത് എന്ന് ചോദിക്കുന്നു. അതെ എന്ന് അവൻ മറുപടി പറയുന്നു. പിന്നെന്തിനാണ് ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് എന്ന് നായകൻ ചോദിക്കുന്നു. ഓഹോ, നീ ആ പെണ്ണിന്റെ സഹോദരനല്ലേ, പണം വാങ്ങാൻ വന്നതാണോ എന്ന് അവൻ ധിക്കാരത്തോടെ ചോദിക്കുന്നു. അവൻ മട്ടൺ എല്ല് കടിക്കാൻ ശ്രമിക്കുമ്പോൾ നായകൻ ആ എല്ല് കൊണ്ട് അവന്റെ വായിൽ കുത്തുന്നു. അവന്റെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്. നായകൻ ഒളിപ്പിച്ചു വെച്ച ആയുധമെടുത്ത് അവനെ വെട്ടിക്കൊല്ലുന്നു.
ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ട് ഭാര്യ കരയാണ്. കരയുന്ന ഭാര്യയെ നോക്കി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നായകൻ അവളുടെ കാൽ തൊട്ട് വന്ദിച്ച് അവിടെ നിന്ന് പോകുന്നു. അവൻ കൊന്ന വിവരം ദേവരാജ് അറിയുന്നു. അതുപോലെ റാംലാലും ഈ വിവരം അറിയുന്നു. ബക്കാളിയുടെ സുഹൃത്തുക്കൾ അവന്റെ ശരീരം കാണാൻ വരുന്നുണ്ട്. നായകൻ അവനെ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയിരുന്നു. ഇൻസ്പെക്ടർ ഗോവിന്ദയെ കാണാൻ വരുന്നു. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ചാകേണ്ടവൻ ചത്തു, അതിനെന്താ എന്ന് ഗോവിന്ദ തിരിച്ചു ചോദിക്കുന്നു. അവർ ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് എന്റെ ജോലിയാണ്. അവൻ എവിടെയാണെങ്കിലും ഉടൻ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ പോകുന്നു. അദ്ദേഹം പോയതിനു ശേഷം താഴേക്ക് വാ എന്ന് പറഞ്ഞ് ഗോവിന്ദ നായകനെ വിളിക്കുന്നു. നായകൻ അവിടെയാണ് ഒളിച്ചിരുന്നത്. പേടിക്കേണ്ട, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്ന് ഗോവിന്ദ പറയുന്നു. നായകൻ ഒരു മരച്ചുവട്ടിലിരിക്കുമ്പോൾ നായിക അവനെ കാണാൻ വരുന്നു. എന്തിനെങ്ങനെ പ്രതികാരം ചെയ്യുന്നത്? ഇതൊന്നും വേണ്ട, നിനക്ക് പ്രശ്നമാവും എന്നവൾ പറയുന്നു. ഒന്നും സംഭവിക്കില്ല എന്നവൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നായകന്റെ അമ്മയുടെ ഓർമ്മകൾ അവനിലേക്ക് വരുന്നു. അമ്മയ്ക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയില്ലായിരുന്നു. ഒരു പാത്രം വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ അതെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അമ്മ വിളിച്ചത് അവൻ കേട്ടിരുന്നില്ല. ആ ഓർമ്മയിൽ അവൻ വേദനിക്കുകയാണ്. രണ്ടാമത്തെ ആളുടെ പേര് കലീം എന്നായിരുന്നു. കലീം സംരക്ഷണത്തിനായി ഒരുപാട് റൗഡികളെ ഏർപ്പാടാക്കുന്നു. അപ്പോൾ ഒരാൾ അവന് വെള്ളം കൊണ്ടു കൊടുക്കുന്നു. നീ ആരുടെ ആളാ എന്നവൻ ചോദിക്കുന്നുണ്ട്. കൈവ എന്നയാൾ മറുപടി പറയുന്നു. വന്നത് നായകനാണെന്ന് നമ്മളെ കാണിക്കുന്നു. പുറത്തുണ്ടായിരുന്ന കാവൽക്കാരെ അടിച്ചു വീഴ്ത്തിയാണ് അവൻ അകത്ത് വന്നത്. അകത്തുള്ളവർ അടിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ ആൾ അവരെ തടയുന്നു. നായകൻ കലീമിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഞാൻ പോലീസിൽ കീഴടങ്ങാം, എന്നെ വെറുതെ വിട് എന്നവൻ യാചിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിലായിരുന്ന നായകൻ കഠാര കൊണ്ട് അവന്റെ വായിൽ കുത്തിക്കൊല്ലുന്നു. അവരുടെ ഉപദേശകനും അവിടെ ഉണ്ടായിരുന്നു. ആ തമ്പു എവിടെ എന്ന് ചോദിച്ച് നായകൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. തമ്പു റാംലാലിനെ കാണാനായി വരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പണമെല്ലാം തരാം, എന്റെ ജീവൻ രക്ഷിക്കണം എന്നവൻ അപേക്ഷിക്കുന്നു. എന്തിനാ സമയം കളയുന്നത്, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് റാംലാൽ അവനെ ഓടിച്ചുവിടുന്നു. തമ്പു ഇൻസ്പെക്ടറെ കാണാൻ വരുന്നുണ്ട്. ഞാനാണ് ആ ബലാത്സംഗം ചെയ്തത്, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നവൻ പറയുന്നു. ആ പെൺകുട്ടി പരാതി നൽകിയാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ പറ്റില്ല. നീ പോ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. പ്ലീസ് സാർ, എന്നെ രക്ഷിക്കുക എന്നവൻ യാചിക്കുന്നു. നിന്നെ രക്ഷിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. സാർ, എന്റെ ജീവൻ രക്ഷിച്ചാൽ നിങ്ങൾ എത്ര പണം ചോദിച്ചാലും ഞാൻ തരാം എന്നവൻ പറയുന്നു. ഇത് കേട്ട് ഇൻസ്പെക്ടർക്ക് ദേഷ്യം വരുന്നു. നീ ഇപ്പോഴും നന്നാവില്ല, ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടുന്നു. രാത്രി അവൻ റോസിയുടെ വീട്ടിൽ വരുന്നു. എവിടെ പോയാലും അവൻ എന്നെ പിന്തുടരുന്ന പോലെ തോന്നുന്നു. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ എന്നവൻ ചോദിക്കുന്നു. നിങ്ങളുടെ വീര്യം 3 പേരും എന്റെ മുന്നിലല്ലേ കാണിച്ചത്, ഇപ്പോൾ അവന്റെ മുന്നിൽ അത് കാണിക്കാൻ കഴിയുന്നില്ലേ? ഇത് പറയാൻ നിനക്ക് നാണമില്ലേ? ആദ്യം പുറത്തു പോയെന്ന് പറഞ്ഞ് അവൾ അവനെ പുറത്താക്കി വാതിലടയ്ക്കുന്നു. നായകൻ ഒരു പൂജ നടത്താൻ തീരുമാനിക്കുന്നു. ഗോവിന്ദ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഈ വിവരം തമ്പുവും കൂട്ടാളികളും അറിയുന്നു. അവർ ഒന്നടങ്കം ആക്രമിക്കാൻ വരുന്നുണ്ട്. നായിക ഇതെല്ലാം കണ്ട് പേടിക്കുകയാണ്. എന്നാൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന നായകൻ എല്ലാവരുമായി അടികൂടുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് ഒരു ഘട്ടത്തിൽ അവർ നായകനെ പിടിച്ചുകെട്ടുന്നു. മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ട ഗോവിന്ദ ആളുകളെ വിളിക്കുന്നു. നായകന്റെ അതേ വേഷത്തിൽ ഒരുപാട് പേർ വരുന്നത് കണ്ട് തമ്പുവിന്റെ ആളുകൾ പേടിച്ചോടുന്നു. ഈ വിവരം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി നായകനെ അറസ്റ്റ് ചെയ്യുന്നു. ഞാനല്ലേ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞത്, എന്തിനാ നീ ആവശ്യമില്ലാതെ എടുത്തു ചാടിയത്? ബാക്കിയുള്ളവർക്ക് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കാം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇല്ല സാർ, അവനെയും ഞാൻ കൊല്ലും എന്ന് നായകൻ പറയുന്നു. ഗുരുവും കൂട്ടുകാരും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. നായകനുള്ള അതേ സെല്ലിന്റെ അടുത്തുള്ള സെല്ലിൽ അവരെയും അടയ്ക്കുന്നു. ഗുരു നായകനെ കളിയാക്കുന്നുണ്ട്. നായകനൊന്നും പ്രതികരിക്കാതെ പുതച്ചുമൂടി കിടക്കുന്നു. നായകൻ ജയിലിലായതുകൊണ്ട് തമ്പു വേറെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പോകുന്നതിന് മുമ്പ് 2 പേരെ കൊല്ലണമെന്ന് അവൻ പറയുന്നു. ഒന്ന് റോസിയെയും 2 അവന്റെ ഉപദേശകനെയും. അവൻ ഉപദേശകനെ കഠാര കൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഗുരുവിന് വേണ്ടപ്പെട്ട ഒരാൾ സ്റ്റേഷനിൽ വന്ന് അവരെ വിട്ടയക്കാൻ പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ അവരെ വിട്ടയക്കാൻ പറയുന്നു. തമ്പു റോസിയെ പിടിച്ചു വെച്ച് ഉപദ്രവിക്കുകയാണ്. അവൾ പേടിച്ച് ടെറസിലേക്ക് ഓടുന്നു. അവനും പിന്നാലെ ഓടുന്നു. അപ്പോൾ നായകൻ അവനെ ചവിട്ടി വീഴ്ത്തുന്നു. നായകൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൻ അത്ഭുതപ്പെടുകയാണ്. നായകൻ അവനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അവൻ വീണ്ടും യാചിക്കാൻ തുടങ്ങുന്നു. എന്നാൽ നായകൻ അവനെ കയറുകൊണ്ട് കെട്ടിയിട്ട് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് അവന്റെ ശരീരം മുഴുവൻ പൊള്ളിക്കുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ് അവൻ മരിക്കുകയാണ്. കെട്ടിടത്തിന് തീ പിടിക്കുന്നത് കൊണ്ട് അവർ 2 പേരും പുറത്തേക്ക് വരുന്നു. തന്നെ രക്ഷിച്ചതിന് റോസി നന്ദി പറയുന്നുണ്ട്. സെല്ലിൽ നോക്കുമ്പോൾ അവിടെ ഗുരുവാണുള്ളത്. നീ എന്താണ് ഇവിടെ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴേ സ്ഥലം മാറി എന്നവൻ പറയുന്നു. നായകനെ സഹായിക്കാനാണ് അവൻ ജയിലിൽ വന്നത്. നായകൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്നു. കേസ് കോടതിയിലെത്തുന്നു. അവനെ വിചാരണ തടവുകാരനായി ജയിലിലടയ്ക്കാൻ ജഡ്ജി വിധിക്കുന്നു. അവൻ ജയിലിലേക്ക് പോകുന്നത് കണ്ട് നായിക കരയുന്നുണ്ട്. വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് വരും എന്നവൻ പറയുന്നു. പുറത്തുള്ള ഗോവിന്ദ എങ്ങനെയെങ്കിലും നായകനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. നായകൻ കൊല ചെയ്യുന്നത് കണ്ട സാക്ഷികളോടെല്ലാം കണ്ടില്ലെന്ന് മൊഴി നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആ 3 പേരും ചെയ്ത തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തുന്നു. ബക്കളിയുടെ ഭാര്യ പോലും മൊഴി മാറ്റാൻ തയ്യാറാകുന്നു. നായകനെതിരെ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് കോടതി അവനെ വെറുതെ വിടുന്നു. നായകന് പരിചയമുള്ള ആ അണ്ണൻ മാധ്യമങ്ങളോട് ഈ കഥ പറയുമ്പോഴാണ് നായകൻ കാറിൽ അവിടേക്ക് വരുന്നത്. ഇപ്പോൾ നായകൻ പ്രായമായിരിക്കുന്നു. അയാൾക്ക് പ്രസാദം കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. ഗോവിന്ദ അവരെ 2 പേരെയും ഒരുമിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറയുന്നു. ഇതാണ് നടന്നതെന്ന് ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതോടെ സിനിമയും അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ.
സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.